പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് വന്ദനം ചൊല്ലുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം പറയാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമ്മുടെ നാവിനകത്ത്, നമ്മുടെ നാവിനെ നാം ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം നാവിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ടതായ 2 അനുഗ്രഹത്തെക്കുറിച്ചാണ് ആ വാക്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളിൽ ഒരു ജീവൻ ഉണ്ടാകും. ദൈവവചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ആ ജീവൻ്റെ അനുഭവം, ആ വെളിച്ചത്തിൻ്റെ അനുഭവം, സമൃദ്ധിയുടെ അനുഭവം, സമൃദ്ധമായ ജീവൻ്റെ അനുഭവം, അത് നമ്മുടെ നാവിനെ നാം ശരിയായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. 2, ശുഭകാലം. നമ്മുടെ ജീവിതത്തിലെ നല്ല കാലം, ശുഭകാലം, നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് നമ്മുടെ നാവിന് ഒരു പ്രധാന പങ്കുണ്ട്. ദോഷം നാവുകൊണ്ട് ചെയ്യുമ്പോൾ, വ്യാജം നാവുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ദൈവിക ജീവൻ ഇല്ലാത്തവരായി നാം തീരുന്നു. ശുഭകാലം കാണുവാൻ അർഹത ലഭിക്കാത്തവരായി നമ്മൾ തീരുന്നു. അതെ, നമ്മുടെ നാവിനകത്ത് ജീവനും, നമ്മുടെ നാവ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കൊരു ശുഭകാലം കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നാവ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാനും ജീവൻ ഉള്ളവരായി തീരുവാനും ശുഭകാലം കണ്ട് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരും അതിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനുമാണ് എന്നെയും നിന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് നാം നമ്മുടെ നാവിലൂടെ വരുന്ന ശകാരങ്ങളെ നമ്മൾ ഒഴിവാക്കി, ദോഷങ്ങളെ ഒഴിവാക്കി, വ്യാജം പറയുന്നത് ഒഴിവാക്കി അനുഗ്രഹിക്കുന്നവരായി നാം മുന്നോട്ട് പോകുമ്പോൾ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നാവിനുടമകളായി നാം തീരുമ്പോൾ, നാം ജീവനും അനുഗ്രഹവും ശുഭകാലവും അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ദൈവം സഹായിക്കും. അതെ, നമ്മുടെ നാവിലൂടെ നമുക്ക് ജീവനുണ്ടാകും, ശുഭകാലം വരും, നമ്മൾ അനുഗ്രഹം അനുഭവിക്കും. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. നമ്മുടെ നാവ് ജീവൻ്റെ ഉറവയായി തീരട്ടെ. അനേക വ്യക്തികൾക്ക്, നമ്മുടെ സ്വന്തം കുടുംബത്തിന്, അനേക ദേശങ്ങൾക്ക്, നമ്മൾ ചെന്ന് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ജീവൻ്റെ ഉറവകളായ നാവിൻ്റെ ഉടമസ്ഥന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ, അഭിഷേകം നമ്മുടെ മേൽ വരട്ടെ. ദൈവം എല്ലാവരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.